കാണുന്ന മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇന്ന് രാവിലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത കാരണം ഒരു തന്തയില്ലാതെ ജനിച്ച അച്ഛൻ ആരെന്ന് അറിഞ്ഞുകൂടാതെ ജനിച്ച ഒരു നായിന്റെ മോള് അവളെ കഴപ്പ് തീർക്കാനും അവളെ കടി തീർക്കാനും വേണ്ടിയിട്ട് ബസ്സിൽ കയറിയിട്ട് ഒരച്ചു കൊടുത്തിട്ട് വീഡിയോ എടുത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു നാറി, ഒരു ചെറ്റ. ആ നായിന്റെ മോള് വീഡിയോ എടുത്തതിന്റെ പേരിൽ ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഇന്ന് രാവിലെ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ വീട്ടുകാരും അദ്ദേഹത്തിന്റെ നാട്ടുകാരും കൂട്ടുകാരും പറയുന്ന അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആണ്. അദ്ദേഹം ഒരു പ്രശ്നത്തിനും പോവാത്ത വളരെ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി. ഒരു തന്ത ആരെന്ന് അറിഞ്ഞുകൂടാതെ ജനിച്ച ഒരു നായിന്റെ മോള് കാരണം അദ്ദേഹം ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് എത്തി. അവളെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് ഉരയ്ക്കുന്നവള്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കഴപ്പ് തീർക്കാനായിട്ട് ഒരച്ചിട്ട് അവൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം അവൾ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് ഒരു മനുഷ്യനെ കൊന്നു. ആ നായിന്റെ മോള് അവള് കൊന്നു. ഇത് തുടക്കേട്ട വേറൊരു KSRTC വേറൊരു പുന്നാര മോളുണ്ട്. അവളാണ് ഇതിന്റെ തുടക്കം ഇട്ടത്. അപ്പം അത് ഒരു പ്രശ്നവും ഇല്ല, അത് കേസില്ല, കാര്യങ്ങളില്ല എന്ന് അറിഞ്ഞതിന്റെ പേരിൽ പിന്നെ അടുത്ത കുറെ നായിന്റെ മോൾമാർ ഇറങ്ങിയിട്ടുണ്ട് ഫോണും പിടിച്ചോണ്ട്. എന്തിന്? റീച്ച് ഉണ്ടാക്കാനായിട്ട്, കഴപ്പും കടി തീർക്കാനായിട്ട്. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആ വീഡിയോയിൽ വളരെ വ്യക്തമാണ്. അവൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ടിട്ട് ഒരച്ചിട്ട് അവള് വീഡിയോ എടുത്തേക്ക് എന്നിട്ട് ഇന്ന് ചിരിക്കും. ആ തന്ത ആരെന്ന് അറിഞ്ഞുകൂടാത്ത നായിന്റെ മോള് അവളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിനോടാണ്. ദയവ് ചെയ്ത് പുരുഷന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണം. എല്ലാ ബസ്സുകളിലും, KSRTC ആയിരുന്നാലും അല്ലാത്ത ബസ്സുകളിലും പൊതു ഇടങ്ങളിലും മൊത്തം CCTV ക്യാമറകൾ ദയവ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഇനി പുരുഷന്മാർക്ക് എന്തായാലും ഉണ്ടാവും. നമുക്ക് ബസ്സിൽ കയറാൻ ഇപ്പൊ പേടിയാണ്. കാരണം ഇതുപോലുള്ള തന്തയില്ലാതെ ജനിക്കുന്ന നായിന്റെ മോൾമാര് ഫോണും ഉരച്ചിട്ട് ഫോണും തൂക്കി പിടിച്ചോണ്ട് വരും. അവന്മാര് കാണിക്കുന്നതേ നാട്ടുകാർ കാണും. അവന്മാര് ഉരയ്ക്കുന്നതൊന്നും അവന്മാര് കാണിക്കത്തില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാ ബസ്സുകളിലും പോകുന്ന ട്രാവൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും CCTV ദയവ് ചെയ്ത് വെക്കുക. വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പല ആത്മഹത്യകളും ഇനി നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇതുപോലുള്ള തന്തയില്ലാതെ ജനിച്ച, തന്ത ആരെന്ന് അറിഞ്ഞൂടാതെ ജനിച്ച നായിന്റെ മോൾമാര് ഇനിയും ഉണ്ട് സമൂഹത്തിൽ.